വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് എന്ന് പറയുമ്പം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതായത് ഇപ്പം എൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്, അന്നേരം ആൾ തിരിച്ചു വരുമ്പം ഭയങ്കര ടയർഡായിട്ട്. ഞാൻ വർക്കിംഗ് ഫ്രം ഹോമാണ്. അതായത് ഞാനൊരു ചെറിയ ബ്രേക്കിലാണ് ഞാൻ കിച്ചണിലോട്ട് കയറാൻ പോകുന്നത്. അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ്. ഇത് എന്നെ പോലുള്ള എല്ലാ വർക്കിംഗ് മംസിനും അറ്റ് ദ സെയിം ടൈം വർക്കിംഗ് വുമൻസിനും ഭയങ്കര പ്രയോജനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊരു ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത്, ഈ ഒരു വീഡിയോ. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അറ്റ് ദ സെയിം ടൈം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. സോ നമുക്ക് ടൈം കളയണ്ട, പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് പോകാം, നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പാൻ ചൂടാവുകയാണ്. പാൻ ചൂടാവുന്നതിനകത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മാരിനേഷൻ ഉണ്ടാക്കാം. കുറച്ച് മുളക് പൊടി, ഓക്കെ, പെപ്പർ, എല്ലാം കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇങ്ങനെ സ്പൂണൊന്നും ഇല്ല, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ, പിന്നെ ഇതിവിടെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്. അത് ജസ്റ്റ് ഞാനിപ്പം ഇടണോ വേണ്ടല്ലേ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഗാർലിക് കുറച്ച് കൂടുതലിടാം, ഗാർലിക് പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഉപ്പ്. അയ്യോ, ഇതിന് ഉപ്പിടണ്ടല്ലേ, നമ്മൾ സോസേജിനെ ഉപ്പിടണ്ട, ഓൾറെഡി അതിനകത്ത് ഉപ്പുണ്ട്. അങ്ങനെ ആ ഉപ്പങ്ങ് മാറ്റി കേട്ടോ. സോ ഉപ്പുണ്ടോ, ഉപ്പെല്ലാം ഇങ്ങോട്ട് പോരെ. ഓക്കെ, അപ്പം നമ്മുടെ പെപ്പർ വേസ്റ്റായി, നമ്മുടെ മുളക് പൊടി വേസ്റ്റായി. സാരമില്ല, ഇതായി ടെൻഷനാണേ. വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ വരും, കുറച്ച് തെറ്റൊക്കെ പറ്റും. അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്, സ്വാഭാവികം. കുറച്ച് മുളക് പൊടി, നമുക്ക് മിസ്സായ മുളക് പൊടി കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു. മഞ്ഞൾപ്പൊടി കുറച്ചുണ്ട് അതിനകത്ത്. പെപ്പർ ഒരു സ്വല്പം പെപ്പർ നമുക്ക് ആഡ് ചെയ്യാം, മതി. സോ നമുക്കിത്, ഞാനിപ്പം വരാം, പാൻ ചൂടായി. ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ മുട്ട ബോയിലാവുന്നുണ്ട്. സോ മുട്ടയ്ക്കകത്ത് കുറച്ച് പരിപാടിയുണ്ട്. ഈ എണ്ണ ഒന്ന്, ഇതിന്
നമ്മുടെ ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോസേജ് ഇത് വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്യാം സോസേജ്. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കാരണം ഓൾറെഡി ഇത് നനഞ്ഞതാണ്. എന്നിട്ട് അതിനകത്ത് മസാല പിടിച്ചോളും. ഇത് നമ്മൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, സോസേജിനകത്ത് ഓൾറെഡി ഇത് സോൾട്ടഡ് ആണ്. അന്നേരം ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല. ഭയങ്കര ഉപ്പ് ഒരുപാട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഭയങ്കര ഉപ്പായിപ്പോവും, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതല്ല, ഉപ്പ് ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം. പക്ഷെ ഇവിടെ ഉപ്പ് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യില്ല, ഓൾറെഡി ഇതിനകത്ത് ഉപ്പുണ്ട്. മാരിനേറ്റ് ആയിട്ടുണ്ട്. 4:45 ആയി. എനിക്കൊരു ചെറിയ മെയിൽ അയക്കണം. ഞാൻ ഇപ്പം വരാം. സോസേജ് ഇവിടെ എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് അത് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് മാറ്റാം. ഓക്കെ, നമുക്ക് ഒരു ക്യാരറ്റ്, ജസ്റ്റ് ഒരു സാലഡാണ് ഞാൻ ചെയ്യുന്നത്. സാലഡ് എന്ന് പറഞ്ഞാൽ വലിയ ബഹളമൊന്നുമില്ല, കട്ട് ചെയ്ത് ഞാൻ വെക്കുള്ളൂ. കാരണം ഇങ്ങനെ കഴിക്കാനാണ് കുട്ടികൾക്ക് ഇഷ്ടം, മിക്ക കുട്ടികൾ. സോ കുക്കിംഗ് കഴിഞ്ഞു. മുട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഓയിൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ മുട്ട ഒന്നും ചെയ്തില്ല. അതുമല്ല, ഇത് കുറച്ചുകൂടെ നല്ലതാണല്ലോ, അതുകൊണ്ട് മുട്ട ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. സോ ഫൈനൽ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഹായ്.
സോ അന്നേരം ഇത്രയേ ഉള്ളൂ എൻ്റെ കുക്കിംഗ് വീഡിയോ. ഒരു ചെറിയൊരു സ്നാക്സ് അല്ലേ, ഇത്രയൊക്കെ തട്ടിക്കൂട്ടി ഒന്ന് ചെയ്തത്. കാരണം പിന്നെ രാത്രിലത്തേക്ക് ഡിന്നർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ചെറിയ സ്നാക്സ് ആണ്, അതാണ് ഇങ്ങനൊന്ന് കൂട്ടിയെടുത്തത്. സോ ഇതൊരു ചെറിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. സോ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്, 2 എഗ്ഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ, ബൈ.